What is FDI? Foreign direct investment is an investment in a business by an investor from another country for which the foreign investor has control over the company purchased. അതായത് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് വെച്ചാൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് മറ്റൊരു കൺട്രിയിലുള്ള ഒരു വ്യക്തി നമ്മുടെ ഈ രാജ്യത്ത് വന്നിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അതായത് ഒരു ബിസിനസ്സിന് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുകയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ ഇൻവെസ്റ്റർക്ക് ആ ഒരു ബിസിനസ്സിൻ്റെ പേരിൽ കൺട്രോൾ ഉണ്ടായിരിക്കും. It is also defined as cross-border investment made by a resident in one economy in an enterprise in another economy. അതായത് വേറൊരു എക്കോണമിയിൽ വേറൊരു കമ്പനിയിലുള്ള വ്യക്തി നമ്മുടെ ഈ എക്കോണമിയിലുള്ള കമ്പനിയിൽ വന്നിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക. FDI and India its role. Foreign direct investment India has played an important role in the development of Indian economy. Indian economy FDI ഒരു important role ആണ്. FDI in India has a lots of ways allowable to India to achieve a certain degree of financial stability, growth and development. ഈ FDI വന്നതോട് കൂടിയിട്ട് ഇന്ത്യയിലെ ഫിനാൻഷ്യലി സ്റ്റെബിലിറ്റി ഗ്രോത്തും ഡെവലപ്മെൻറ്റും ഒക്കെ ഉണ്ടായി. This money has allowed India to focus on the areas that needed a boost and economic attention and addresses the various problems that continue to challenge the country. അതായത് ഈ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റുകളോട് കൂടിയിട്ട് നമ്മുടെ ഇന്ത്യ ഫേസ് ചെയ്യുന്ന പല ചലഞ്ചസിനും എതിരായിട്ട് നമുക്ക് പ്രവർത്തിക്കാൻ കഴിയും. ദെൻ പ്രൊസീജിയർ ഫോർ റിസീവിങ് FDI in India. ഇന്ത്യയിലേക്ക് FDI വരണമെന്നുണ്ടെങ്കിൽ രണ്ട് രീതിയിൽ കൂടെയാണ് FDI വരിക. രണ്ട് റൂട്ടുണ്ട്. ഒന്ന് ഓട്ടോമാറ്റിക് റൂട്ടുണ്ട്, അതേപോലെ തന്നെ ഗവൺമെൻറ് റൂട്ടുണ്ട്. ഓട്ടോമാറ്റിക് റൂട്ട് എന്ന് വെച്ചാൽ ഒരു റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെയും ഗവൺമെൻറ്റിൻ്റെ ഒന്നും റെഗുലേഷൻ ഇല്ലാതെ ഓട്ടോമാറ്റിക്കായിട്ട് FDI കൊണ്ടുവരാം. അടുത്തതാണ് ഗവൺമെൻറ് റൂട്ട്. ഗവൺമെൻറ് റൂട്ട് എന്ന് വെച്ചാൽ ഇതിനൊരു ലോ ഉണ്ട്. ഗവൺമെൻറ്റിൻ്റെയും RBIയുടെ ഗൈഡ്ലൈൻസോട് കൂടിയിട്ട് മാത്രമേ FDI കൊണ്ടുവരാൻ പറ്റുള്ളൂ. Benefits of FDI: improve foreign exchange position of the country. നമ്മുടെ കൺട്രിയിലെ ഫോറിൻ പൊസിഷൻ ഇൻക്രീസ് ചെയ്യുന്നു. എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ ആൻഡ് ഇൻക്രീസ് ഇൻ പ്രൊഡക്ഷൻ കൂട്ടുന്നു. അതേപോലെ തന്നെ ഒരുപാട് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസും ജനറേറ്റ് ചെയ്യാൻ സഹായിക്കുന്നു. ഹെൽപ്പ് ഇൻ ക്യാപിറ്റൽ ഫോർമേഷൻ ബൈ ബ്രിങ്ങിങ് ഫ്രഷ് ക്യാപിറ്റൽ. അതായത് പുതിയ ഫ്രഷ് ക്യാപിറ്റൽ ആണ് നമ്മുടെ ബിസിനസ്സിലോട്ട് ഇൻവെസ്റ്റ് ആവുന്നത്. അതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ ഫോർമേഷനെ ഹെൽപ്ഫുൾ ആക്കുന്നു. ഹെൽപ്സ് ഇൻ ട്രാൻസ്ഫർ ഓഫ് ന്യൂ ടെക്നോളജീസ് ആൻഡ് മാനേജ്മെൻറ്റ് സ്കില്ല്. പുതിയതായിട്ടുള്ള ന്യൂ ടെക്നോളജീസ് അഡാപ്റ്റ് ചെയ്യുന്നു. ഹെൽപ്സ് ഇൻ ഇൻക്രീസ് എക്സ്പോർട്ട് ഇൻക്രീസ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇൻക്രീസ് ടാക്സ് റവന്യൂസ് ഇൻക്രീസ് ചെയ്യുന്നു. അടുത്തതാണ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് FDI. ഡൊമസ്റ്റിക് കമ്പനീസ് ഫിയർ ദാറ്റ് ദേ മേ ലോസ് ദിയർ ഓണർഷിപ്പ്. അതായത് ചെറുകിട വ്യാപാരങ്ങളൊക്കെ പേടിക്കുന്നു ഇവിടെ ഓണർഷിപ്പ് ലോസ് ആകുമെന്ന് വിചാരിച്ചിട്ട്. ദെൻ സ്മോൾ കമ്പനീസ് ഫിയർ ദാറ്റ് ദേ വിൽ നോട്ട് ഏബിൾ ടു കോമ്പീറ്റ് വിത്ത് വേൾഡ് ക്ലാസ് ലാർജ് കമ്പനീസ്. അതേപോലെ തന്നെ ചെറിയ കമ്പനീസും അവരെ കോമ്പറ്റീറ്റേഴ്സ് എന്ന് വെച്ചാൽ ഹൈലി ക്ലാസ് ആയിട്ടുള്ളതായിരിക്കും, ലാർജ് കമ്പനീസ് ആയിരിക്കും. ഒരു കോമ്പറ്റേറ്റീവ് ഫിയർ വരുന്നുണ്ട്. ദെൻ ഫോറിൻ കമ്പനീസ് ഇൻവെസ്റ്റ് മോർ ഇൻ മെഷീനറി ആൻഡ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ദാൻ വേജ് ഓഫ് ലോക്കൽ പീപ്പിൾ. അതായത് ഫോറിൻ കമ്പനീസ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുക മെഷീനറിക്കും ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടിക്കും. അതായത് വേജസും അതുപോലെ തന്നെ എംപ്ലോയീസിനൊന്നും കൺസിഡർ ചെയ്യുന്നില്ല. ഗവൺമെൻറ് ഹാസ് ലെസ് കൺട്രോൾ ഓവർ ദ ഫംഗ്ഷനിങ് ഓഫ് സച്ച് കമ്പനീസ് ആൻഡ് ഗവൺമെൻറ്റിൻ്റെ കൺട്രോള് ഇതേപോലത്തെ വലിയ കമ്പനീസിലൊക്കെ കുറവായിരിക്കും. ഇതാണ് മെയിനായിട്ടുള്ള ഡിസഡ്വാൻറ്റേജസ് ഓഫ് FDI എന്ന് പറയുന്നത്. FDI എന്ന് പറഞ്ഞാൽ ഒരു വിദേശ വ്യാപാര സ്ഥാപനത്തിൽ ഉടമസ്ഥാവകാശം നേടുന്നതിനെയാണ് നമ്മൾ FDI എന്ന് പറയാം. ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിൽ ഒരു വസ്തു, അതായത് ഒരു അസറ്റ് സ്വന്തമാക്കുന്നതാണ് FDI. ഓക്കെ, താങ്ക് യു.